നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രംപിനിസമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത രാജ്യങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം അമിത താരിഫ് ചുമത്തി പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരു തരത്തിലുള്ള അടിയറവും പറഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തൻ്റെ ശത്രു രാജ്യങ്ങൾക്ക് മേലും താൻ പറയുന്ന നയം സ്വീകരിക്കാത്ത രാജ്യങ്ങൾക്ക് മേലെല്ലാം തന്നെ ട്രംപ് താരിഫ് യുദ്ധം പയറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇറാനുമായി ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ ഒതുങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത്. ഇതിനിടയിൽ ട്രംപിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് ചില കാര്യങ്ങൾ പുറത്തു വരികയാണ്. സാധാരണ ഇത്തരത്തിലുള്ള ലോക നേതാക്കൾ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയിട്ടുള്ള ഉന്നതരായിട്ടുള്ള രാഷ്ട്ര തലവന്മാരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകൾ പൊതുവെ പുറത്തേക്ക് വരാറില്ല. അവർക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരമാവധി പുറത്തേക്ക് വരാതിരിക്കാനാണ് ശ്രമിക്കാറ്. പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക പുകയുന്നുണ്ട്. 2026 വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത ട്രംപിൻ്റെ ശരീരഭാഷയും പെരുമാറ്റവും മുൻനിർത്തി പ്രമുഖ ആരോഗ്യ വിദഗ്ധർ പുറത്തുവിട്ട വിവരങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ 4 മാസത്തെ ആയുസ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാണ്, അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആരോഗ്യ രംഗത്ത് ഒരു വിദഗ്ധൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ലൈസൻസ് ഉള്ള ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആദം ജെയിംസ് ആണ് US രാഷ്ട്രീയ നിരീക്ഷകൻ ഡേവിഡ് പാക്മാനുമായുള്ള അഭിമുഖത്തിൽ ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ട്രംപിന്റെ കൈകളിൽ അസാധാരണമായ ചതവുകൾ പതിവായി പ്രത്യക്ഷപ്പെടുകയും അവ പലപ്പോഴും മേക്കപ്പ് ഉപയോഗിച്ച് മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അദ്ദേഹം ഇടയ്ക്കിടെ ആശയക്കുഴപ്പത്തിലാവുകയും പൊതുസ്ഥലങ്ങളിൽ മയങ്ങിപ്പോവുകയോ മാധ്യമങ്ങളെ നേരിടുമ്പോൾ സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാവുകയോ ചെയ്തിട്ടുണ്ട്. ജാനുവരി 22 സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ബോർഡ് ഓഫ് പീസ് ഒപ്പിടുന്ന ചടങ്ങിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടത് കൈയുടെ പിൻഭാഗത്ത് ഒരു ചതവ് കാണാം. US പിന്തുണയുള്ള ബോർഡ് ഓഫ് പീസ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷമുള്ള ഗാസ മുനമ്പിലെ ദുർബലമായ വെടിനിർത്തൽ നിയന്ത്രിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. നടൻ ബ്രൂസ് വില്ലിസിനെ പോലെ ട്രംപിനും കഠിനമായ ആരോഗ്യ തകർച്ച ഉണ്ടാകാൻ ഇനി ഏകദേശം 4 വർഷം മാത്രമേയുള്ളൂ എന്നാണ് ജെയിംസിന്റെ അവകാശവാദം. ട്രംപിന്റെ സമീപകാലത്തെ പൊതുപ്രസംഗങ്ങൾ അവ്യക്തവും പരസ്പര ബന്ധമില്ലാത്തതുമായിരുന്നു. കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രത്യേകിച്ചും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിരുന്നു. ഈ പ്രസംഗത്തിനിടെ ഗ്രീൻലാൻഡിനെയും ഐസ്ലാൻഡിനെയും മാറിപ്പറയുകയും ചിന്താധാര മുറിയുകയും പിന്നീട് ബന്ധമില്ലാത്ത വിഷയങ്ങളിലേക്ക് മാറുകയും ചെയ്തതും ആശയക്കുഴപ്പത്തിലായതിൻ്റെ ലക്ഷണങ്ങളായി വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ ചിന്താധാരകളിലെ വ്യതിചലനം ട്രംപിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിൻ്റെ സൂചനയാണെന്നും ആദം ജെയിംസ് അഭിപ്രായപ്പെട്ടു. അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗത്തുള്ള ഫ്രണ്ടൽ ലോബാണ്. ട്രംപിൻ്റെ തലയോട്ടിക്കുള്ളിൽ ഈ ഫ്രണ്ടൽ ലോബ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. MRI സ്കാനുകളിൽ ഇത് വ്യക്തമാകും. അതുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം MRIക്ക് പകരം CT സ്കാനുകളിലേക്ക് മാറിയത്. കാരണം മസ്തിഷ്കം ചുരുങ്ങുന്നത് അവർക്ക് കാണിക്കാൻ താല്പര്യമില്ല എന്നും ജെയിംസ് കൂട്ടിച്ചേർത്തു. ചിന്തകൾ ക്രമീകരിക്കുന്നതിൽ മസ്തിഷ്കത്തിൻ്റെ ഈ ഭാഗം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. അടുത്തിടെ വെനസ്വേലയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ US സൈന്യത്തിൻ്റെ അതീവ രഹസ്യമായ ഡിസ്കോ ബോംബുലേറ്ററിനെ കുറിച്ച് ട്രംപ് പരാമർശിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അനുവാദമില്ലെന്ന് എനിക്കറിയാം എന്ന് ട്രംപ് ഈ അതീവ രഹസ്യ വിവരം വെളിപ്പെടുത്തുന്നതിനിടെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഇത് സംസാരിക്കാൻ പാടില്ലെന്നറിയാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം അതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നില്ല എന്നും ആദ്യം ജെയിംസ് നിരീക്ഷിച്ചു. ഫ്രോഡോ ടെമ്പോറൽ ഡിമെൻഷ്യയാണ് ട്രംപിനെ ബാധിച്ചിരിക്കുന്നതെങ്കിൽ രോഗനിർണയത്തിന് ശേഷം 7-12 വർഷം വരെയാണ് ആയുർദൈർഘ്യം സാധാരണയായി കണക്കാക്കപ്പെടുന്നതെന്നും ജെയിംസ് സൂചിപ്പിച്ചു. ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ
ഈ വെളിപ്പെടുത്തലുകളോടെ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. നടൻ ബ്രൂസ് വില്ലിസിനെ പോലെ ട്രംപിനും കഠിനമായ ആരോഗ്യ തകർച്ച ഉണ്ടാകാൻ ഇനി ഏകദേശം 4 വർഷം മാത്രമേയുള്ളൂ എന്നാണ് ജെയിംസിന്റെ അവകാശവാദം. മറ്റൊരു വിദഗ്ധനായ ഡോക്ടർ ജോൺ ഗാർഡ്നർ, അതായത് മുൻ ജോൺ ഹോപ്കിൻസ് മെഡിക്കൽ സ്കൂൾ പ്രൊഫസർ, വിശ്വസിക്കുന്നത് പ്രസിഡന്റിന് പക്ഷാഘാതം ഉണ്ടായതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നാണ്. ദാവോസിലെ റെഡ് കാർപ്പറ്റിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം വേച്ചുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് തലച്ചോറിന്റെ ഇടതുവശത്തെ പക്ഷാഘാതവുമായി ബന്ധപ്പെട്ടതാകാമെന്നും അദ്ദേഹം കരുതുന്നു. 1980കളിൽ വളരെ വ്യക്തമായി സംസാരിച്ചിരുന്ന ട്രംപിനെ ഇന്നൊരു വാചകം പോലും പൂർത്തിയാക്കാൻ കഴിയാത്തതും അൽഷിമേഴ്സിന്റെയോ ഡിമെൻഷ്യയുടെയോ ലക്ഷണമാകാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ദാവോസിൽ വെച്ചെടുത്ത ചിത്രങ്ങളിൽ ട്രംപിന്റെ ഇടത് കൈയുടെ പിൻഭാഗത്ത് വലിയ ചതവുകൾ വ്യക്തമായി കാണാമായിരുന്നു. മേക്കപ്പ് ഉപയോഗിച്ച് ഇത് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഇത്തരം പാടുകൾ പ്രത്യക്ഷപ്പെടുന്നത് രക്തചംക്രമണം സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തീവ്രമായ ചികിത്സകളുടെ പാർശ്വഫലമോ ആകാമെന്നാണ് നിഗമനം. ഇത് ആരോപണങ്ങളെല്ലാം വൈറ്റ് ഹൗസ് തള്ളിക്കളഞ്ഞു. പ്രസിഡന്റ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും പ്രായത്തിൻ്റെതായ സാധാരണ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും വക്താവ് കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കി. എന്നാൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന്റെ ഓരോ നീക്കവും ലോകം ഉറ്റുനോക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള ട്രംപിനെ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അതും ശത്രുക്കൾക്ക് ചോർന്ന് കിട്ടിയാൽ വലിയ ഒരു നീക്കം ട്രംപിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭരണത്തിലടക്കം തന്റെ ജനങ്ങൾ തന്നെ കൈവിടാനുള്ള സാധ്യതയും ട്രംപ് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പല ആരോഗ്യ വിദഗ്ധരും ഇത്തരത്തിൽ ലോക നേതാക്കളുടെയൊക്കെ തന്നെ ഇപ്പോഴത്തെ അവർ ഓരോ വേദികളിലും പ്രത്യക്ഷപ്പെടുന്നതും അവരുടെ സംസാര രീതിയും അല്ലെങ്കിൽ അവർ നടക്കുന്നതും അവരുടെ കൈകളുടെ ചലനങ്ങളൊക്കെ തന്നെ വ്യക്തമായി മനസ്സിലാക്കി വിശകലനം ചെയ്തുകൊണ്ടാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഓരോ തരത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറിപ്പുകളും പോസ്റ്റുകളും പ്രസ്താവനകളൊക്കെ തന്നെ ഇറക്കുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ ഒരു അഭിമുഖത്തിലെ ഈ ഒരു ഭാഗം അത് എല്ലാവരും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് ചർച്ചയാക്കാൻ എടുത്തിട്ടുണ്ട്. കാരണം നിരന്തരം ട്രംപ് ഇപ്പോൾ വളരെ ആരോഗ്യവാനായിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെ നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അധികാരത്തിൻ്റെ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങളെ കൂടി അടിച്ചമർത്താനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്.